ഹലോ, ഇറ്റ്സ് മീ ശ്രീലത ജയചന്ദ്രൻ. നമ്മുടെ ഇന്നത്തെ ലഞ്ചാണ് കാണിക്കുന്നത്. അതിൽ മെയിനായിട്ട് കാണിക്കുന്നത് പറഞ്ഞാൽ നല്ലൊരു കിച്ചടിയാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാം, വളരെ ടേസ്റ്റിയാണ്. അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പം ഞാൻ അതിനായിട്ട് ഒരു പാൻ അടുപ്പി വെച്ചു. ചൂടായി വന്നപ്പോഴത്തേക്കും ഞാൻ അതിൽ വെളിച്ചെണ്ണയാണ് ചേർത്തത്. ഓക്കെ, ഇനി അത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. അതുപോലെ വറ്റൽമുളക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കണം. ഓക്കെ ഓക്കെ, വെറ്റിലമുളക് ഇട്ടു. ഇനി കടുകും കൂടി ഇട്ട് പൊട്ടിക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇത് സാമ്പാറിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. പണ്ട് ആറ്റുകാൽ പൊങ്കാലയൊക്കെ വരുന്ന സമയത്ത് അമ്മ വയ്ക്കുന്ന സ്ഥിരം സാധനമാണ്. അപ്പോൾ സാമ്പാറിൻ്റെ കൂടെ ഇങ്ങനെ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ ഒരു ഗസ്റ്റ് ഒക്കെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഓക്കെ, അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഞാൻ അതിലോട്ട് കറിവേപ്പില ഇട്ടു. അതിലേക്ക് ഞാൻ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 2 മീഡിയം സൈസ് സവാളയും അതുപോലെ ഒരു 2 തൊണ്ടൻ മുളക്. ഓക്കെ, സാമ്പാർ മുളക് എന്നൊക്കെ പറയില്ലേ, ട്രിവാൻഡ്രത്തൊക്കെ ഒരുപാട് കിട്ടുന്ന, മിക്കവാറും എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. പിന്നെ അത് രണ്ടും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഓക്കെ, അത് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടണം. ഒരുപാട് ഇങ്ങനെ ഗോൾഡൻ കളർ അങ്ങനെയൊന്നും ആകണ്ട. അപ്പോൾ ഇതിൽ നമ്മൾ മസാലയൊന്നും ഒരുപാട് ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എരിവിന് വേണ്ടിയിട്ട് നമുക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കാം. ഓക്കെ, അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഇത് ഇച്ചിരി എരിവുള്ള മുളകാണ്, അതുകൊണ്ട് ഞാനൊരു 3 എണ്ണം ചേർത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പൊതുവേ നമ്മൾ നോക്കുമ്പോൾ ഉള്ള മുളക് എന്ന് പറയുന്നത് എല്ലാം എരിവ് കുറഞ്ഞ മുളകുകളാണ് നമുക്ക് കൂടുതലും കിട്ടുന്നത്. അപ്പോൾ ഇത്തിരി എരിവ് വേണം എന്നുള്ളവർ അതിൻ്റെ എണ്ണം കൂട്ടിയെടുക്കുക. പിന്നെ ഇത് ഞാനിപ്പോൾ ലാസ്റ്റ് ഇട്ട മുളക് എന്ന് പറയുന്നത് ഹൈബ്രിഡ് ചില്ലി എന്നൊക്കെ പറയും. ബുള്ളറ്റ് ചില്ലി, ഹൈബ്രിഡ് ചില്ലി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഈയിടെ കൊണ്ട് കുറേ കാണുന്നതാണ്. അപ്പം ഞാനിതിൻ്റെ വിത്ത് എടുത്തിട്ട് ഞാൻ നട്ടിരുന്നു. എനിക്ക് ഒരുപാട് കായ്ച്ചു. പക്ഷെ അത് കാച്ചതിന് ശേഷം ഇപ്പം അടുത്ത തൈ നട്ടിട്ട് എനിക്ക് കിട്ടിയില്ല നേരെ. അപ്പം അത് ഇത്തിരി എരിവുള്ള മുളകാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ചേർക്കുന്നതും ഉപ്പിട്ടു. ഓക്കെ, ഇതിനകത്ത് വേറെ വലിയ മസാലകളൊന്നും ചേർക്കുന്നില്ല. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മൾ കൈ ഞൊടിക്കുന്ന വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒന്ന് സോഫ്റ്റായി വരിക, അതോടെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് നല്ലപോലെ സോഫ്റ്റായി വരട്ടെ. അത് ജസ്റ്റ് ഇങ്ങനെ സോഫ്റ്റായി വന്നാൽ ഉടനെ ഇതിൽ ഒരു ചെറിയ തക്കാളി, ചെറുതാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 2 തക്കാളി എടുത്തു. അത് നമ്മുടെ പുളിപ്പിൻ്റെ അളവനുസരിച്ചിട്ട് മാറ്റവും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ ചില തക്കാളി കൂടുതൽ പുളിപ്പുള്ളതായിരിക്കും. അതൊക്കെ ആണെങ്കിൽ നോക്കിയും കണ്ടുമൊക്കെ എടുക്കുക. ചിലർക്ക് പുളിപ്പ് കൂടിയാലും കുഴപ്പമില്ല എന്നുള്ള ആൾക്കാരുണ്ട്, അവർക്കത് വിഷയമല്ല. ഓക്കെ, അപ്പോൾ ഇതിനെ നല്ലപോലെ വഴറ്റി സോഫ്റ്റാക്കി എടുക്കണം. ഇതാണെങ്കിൽ എരിവൊക്കെ കുറച്ച് കഴിഞ്ഞാലേ കുട്ടികൾക്കും കൊടുക്കാം. കുട്ടികൾ നല്ലപോലെ കഴിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെച്ചതെന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല സോഫ്റ്റായി കിട്ടണം ഇത്. അതിന് വേണ്ടിയിട്ടാണ് ഇത് അടച്ചു വെച്ചത്. ഓക്കെ, അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് നല്ലപോലെ ഇത് 2 തക്കാളിയും സവാളയും നല്ല സോഫ്റ്റായി കിട്ടണം. ഇനിയിപ്പോൾ തക്കാളി ഇട്ടുകൊണ്ട് അതിങ്ങനെ മുരിഞ്ഞ് അങ്ങനെ വരില്ല, കാരണം ഇതിനകത്ത് തക്കാളിയിലെ വെള്ളം കൂടി ഇറങ്ങുന്നതുകൊണ്ട് അതങ്ങനെ വരില്ല. ഓക്കെ, ചടപടേന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, ഇതിൻ്റെ മണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും എന്തെങ്കിലും സദ്യയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കിച്ചടിയിൽ ഒരു ഐറ്റം ഞാനിതാ വയ്ക്കുന്നത്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഉപ്പ് ഇച്ചിരി മുമ്പിൽ നിന്നാലും കുഴപ്പമില്ല, കാരണം ഇതിൽ നമ്മളിനി ഇത് തൈര് ചേർക്കുമല്ലോ. തൈര് ചേർക്കുന്നത് കൊണ്ട് ഉപ്പ് ഇച്ചിരി മുമ്പിൽ നിന്നാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അടച്ചു വെച്ച് അത് തണുത്തതിന് ശേഷം, ഓക്കെ, അത് നല്ലപോലെ തണുത്തതിന് ശേഷം വേണം നമ്മളിത് തൈര് ചേർക്കാൻ. ഓക്കെ, ഇപ്പോൾ നല്ല തണുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിതിൽ തൈര് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഗ്രേവിക്ക് എത്രയാണോ നമുക്ക് ആവശ്യം വരുന്നത് അത്രയും നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇളക്കി നോക്കാം. ഇളക്കി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം വേണം എന്നുള്ളത്. ചിലർക്ക് നല്ല കട്ടിക്കിരിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ പക്ഷേ എനിക്ക് ഇച്ചിരി ഒരു മീഡിയം ലെവലിൽ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് ആവശ്യത്തിനുള്ള തൈര് ഇട്ടിട്ടുണ്ട്. കണ്ടോ എത്ര പെട്ടെന്ന് കറി കഴിഞ്ഞ്. ഇത് വലിയ എഡിറ്റിംഗ് ഒന്നും വേണ്ടി വന്നിട്ടില്ല. നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ കാണിക്കുന്ന അത്രയും സമയമൊക്കെ മതിയാവും നമുക്ക്. ഇത് വാങ്ങി വെച്ചിട്ട് തണുക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. അപ്പോൾ ഇപ്പോൾ ഉപ്പൊക്കെ നല്ല പാകത്തിനുണ്ട്. അപ്പോൾ ഞാൻ ചോറ് കോരി വെച്ചിരിക്കുവാണ്. കണ്ടല്ലോ, അതിൽ ഉള്ളി സാമ്പാറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. രാവിലെ ഇത് കാപ്പിക്ക് ഉണ്ടാക്കിയതാണ്. ഉള്ളി സാമ്പാറും നമ്മുടെ ടൊമാറ്റോ കിച്ചടിയും
അതുപോലെ അടിപൊളി മാങ്ങാക്കറി. ഈ മാങ്ങാക്കറിയുടെ റെസിപ്പി ഞാൻ ഉടനെ ഇടാം കേട്ടോ. ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് ഇത് മിസ്സിങ് വന്നു. ഞാൻ ചെയ്തു വെച്ച വീഡിയോയും എനിക്ക് കുറേ ഓപ്പൺ ആക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് ലോങ് വീഡിയോ ഒന്നും കുറച്ച് കാണാതിരുന്നത്. അപ്പോൾ വീണ്ടും ഞാനിപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ എഡിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അതിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.